കോഴിക്കോട് യുവാവ് MDMA വിഴുങ്ങി എന്ന സംശയം താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയെയും കുട്ടികളെയും കൊല്ലുമെന്ന ഭീഷണിക്ക് പിന്നാലെ യുവാവിനെ നാട്ടുകാർ കീഴ്പ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവ് കയ്യിലുണ്ടായിരുന്ന MDMA വിഴുങ്ങിയതായി സംശയിക്കുന്നത്. അനൽക്കയുണ്ട്. അനൽക്ക, രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഒരു യുവാവ് MDMA കടിച്ച് ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവം എന്താണ്? എപ്പോഴാണ്? ഇയാളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ലക്ഷ്മി, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം അടുക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ കോഴിക്കോട് താമരശ്ശേരി അരയത്തുചാലിൽ സ്വദേശി ഫായിസ് MDMA വിഴുങ്ങിയതായിട്ടുള്ള ഒരു സംശയം നാട്ടുകാരും പ്രകടിപ്പിച്ചത്. അതായത് ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഫായിസ് എന്ന യുവാവ് വീട്ടിലെത്തിയിട്ട് ഭാര്യയും അതോടൊപ്പം തന്നെ കുട്ടികളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ബഹളം വെക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ വീടിന് സമീപത്തെ അയൽവാസികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും എത്തി ഈ യുവാവിനെ, അതായത് ഫായിസിനെ കെട്ടിയിടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് താമരശ്ശേരി പോലീസിനെ അറിയിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഫായിസ് കയ്യിലുണ്ടായിരുന്ന ഒരു MDMA വിഴുങ്ങിയതായിട്ടുള്ള സംശയം നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് എത്തി ഫായിസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. 2 ആഴ്ച മുമ്പ് താമരശ്ശേരിയുടെ അടുത്ത് അമ്പായത്തോട് വെച്ച് ഷാനിദ് എന്ന യുവാവ് ഈ പോലീസ് പരിശോധനയ്ക്കിടെ ഈ MDMA വിഴുങ്ങി മരിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ പോലീസ് പെട്ടെന്നെത്തി ഈ ഫായിസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമേ, അതായത് ഈ ഒരു കാര്യത്തിൽ, അതായത് MDMA വിഴുങ്ങിയെന്ന കാര്യത്തിലൊക്കെ തന്നെ ഏതായാലും വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. സേതുലക്ഷ്മി. ശരി, അനൽക്ക സീതാണ് വിവരങ്ങൾ നൽകിയത്.